ആക്ച്വലി ഒരു പക്ക ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ്. നമ്മൾ പറയല്ലേ ഇൻബോൺ ആയിട്ടെന്ന്. അതുപോലെ ഞാൻ ജനിച്ച കുട്ടിക്കാലം തൊട്ടേ വീട്ടിൽ പെറ്റ്സുകളും കാര്യങ്ങളും ഉണ്ട്. കേരളത്തിൽ ആദ്യത്തെ സർക്കസ് കമ്പനി ഉണ്ടായിരുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിനായിരുന്നു. ഗ്രേറ്റ് മലബാർ എന്നായിരുന്നു അതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞാമദൂരിക്കൽ എന്നാണ്. പിന്നീട് പുള്ളിക്ക് വിഷനൊക്കെ നഷ്ടപ്പെട്ടു നല്ലൊരു പ്രായത്തിൽ. അപ്പോൾ അത് പിന്നെയാണ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ജമ്മോയും ജമിനിക്കാരും ഒക്കെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനൊന്നും ജനിച്ചപ്പോൾ ആനയില്ലായിരുന്നു, ബാക്കി പെറ്റ്സുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും താണ്ടുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ ജീവിതം എങ്ങോട്ടേക്ക് പോകുന്നത്. ഫാദർ ഇവിടെ ഇല്ലായിരുന്നു, അബ്രോഡായിരുന്നു. ഫാദർ മരണപ്പെട്ടു. മദറാണെങ്കിൽ ഒരു സാധാ വീട്ടമ്മയാണ്. എനിക്കൊരു ബ്രദറും സിസ്റ്ററും ഉള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിപ്പിച്ച് ഞങ്ങളൊക്കെ ഒരു സെറ്റിലാവുന്നവരെ നമ്മൾ പറയല്ലോ ഒരു സ്പാർക്ക് പോലെ ഉള്ളിൽ കിടന്ന ഒരു വികാരമാണ് ആന എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്താൻ ഒത്തിരി സമയമെടുത്തു. തുറന്ന് പറയാം, വീട്ടിൽ നിന്ന് ഭയങ്കര എതിർപ്പായിരുന്നു. വീട്ടിൽ നിന്നുള്ളതിൽ പല പ്രശ്നത്തിനും കാരണം നമ്മൾ പറയില്ല, വീട്ടുകാരല്ല. വീട്ടുകാർ പറയുന്ന റീസൺ എന്താ, ബന്ധുക്കൾ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മാസങ്ങളോളം എന്താ പറയുക, അല്ലെങ്കിൽ ഏകദേശം ഒരു 1-1.5 വർഷത്തോളം 1.5-2 വർഷത്തോളം ഇവരായിട്ടൊന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്ത് എൻ്റെ ഫാമിലിയായിട്ടൊന്നും യാതൊരു കമ്മ്യൂണിക്കേഷനും എനിക്കില്ലായിരുന്നു. കാരണം ഇവർ പറയുന്ന റീസൺ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ഇവരാണ് റിലേറ്റീവ്സും നാട്ടുകാരാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊരു പ്രഷർ വരുമല്ലോ. തുടർന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാപ്പന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നതാണ്, ഡ്രഗ്സ് കഴിക്കുന്നതാണ്, ഇതാണ്. ഏത് പ്രൊഫഷനിലെ ഏത് മനുഷ്യരായി ഇന്ന് കഴിക്കാതെ ഇരിക്കുന്നത്? പിന്നെ ഈ ഒരു വിഭാഗത്തിനെ മാത്രം താഴ്ത്തിക്കെട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം കുറവുള്ളൊരു വിഭാഗമാണിത്. ബാക്കി എവിടെയാണ് ഒരു 300 രൂപയ്ക്ക് ജോലി ചെയ്യാൻ ഏതെങ്കിലും ഒരു ജോലി കിട്ടും. ഒരു പുല്ല് വെട്ടിയാൽ പോലും അതിനേക്കാളും കിട്ടും. അന്ന് അനുഭവിച്ചത് ഇപ്പം തുറന്നു പറയാം, ശരിക്കും സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളായിരുന്നു. അന്ന് മെൻ്റൽ പ്രഷറായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അന്നൊക്കെ എനിക്ക് നമ്മൾ പറയല്ലോ ഒരു പില്ലർ പോലെ നമ്മൾ വീണാലും ചെരിഞ്ഞാലും താങ്ങാനുണ്ടായിരുന്നത് ഹരിസാറും അദ്ദേഹത്തിൻ്റെ മകൻ ഗോവിന്ദുമാണ്. പുള്ളിക്ക് ഭയങ്കര പ്രഷർ വന്നിരുന്നു ഇത് ഒഴിവാക്കാൻ. ആ സമയത്ത് പലപ്പോഴും നമ്മൾ പറയല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണിന്ന് കഴിക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്, കഴിക്കാൻ പറ്റാതെ. കാരണം അത്രയ്ക്കും ചീത്ത വിളിയും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം ജനിപ്പിച്ച് വളർത്തിയ ആൾക്കാർ, നമ്മൾ കണ്ട കൂടപ്പിറപ്പുകൾ, ബന്ധുക്കൾ ആരും മിണ്ടാതെ നമ്മൾ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ കുറേ ദിവസം ഞാൻ പറയാം ദിവസങ്ങളോളം എനിക്ക് തന്നെ ഭയങ്കര ഒരു ഡിപ്രഷൻ മാതിരി എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഞാൻ കരുതി മോശപ്പെട്ട വഴിയൊന്നുമല്ല, ഇതും കൊണ്ട് നടക്കണമല്ലോ, ആരെങ്കിലുമൊക്കെ വേണമല്ലോ കൊണ്ട് നടക്കാൻ. അതുകൊണ്ട് പിന്നെ ഞാനും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ഇത്തരം ആൾക്കാരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ നിന്നിരുന്നത്. ഈ ഒരു പ്രൊഫഷനിൽ എനിക്ക് ആകെക്കൂടി കടപ്പാടുള്ള, നമ്മൾ പറയല്ലോ തുടക്കവും ഒടുക്കവും എന്ന് പറയുന്നത് പ്രശസ്തമായ വൈറ്റിക്കാശ്ശേരി മനയുടെ ഓണർ വടക്കൂട്ട് ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒത്തിരി ആനകളെ കൊണ്ടുവന്ന, ഇപ്പോഴും ആന പരിപാലന രംഗത്ത് ഒരു 48 വർഷമായിട്ട് നിൽക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് വഴി ഈ ആവശ്യം അറിയിക്കുന്നത്. അതിൻ്റെ മുന്നേ കുറേ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഒന്ന് മുസ്ലിം പെൺകുട്ടി, രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ലേഡി. അപ്പോൾ ഇതിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പലവർക്കും റിലീജിയസ് വ്യൂ വെച്ചിട്ടും ജെൻഡർ വ്യൂ വെച്ചിട്ടും ഇവർക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. പലവരും നമ്മളായിട്ട് വളരെ ക്ലോസ്ഡ് ആയ ആൾക്കാർ വരെ ഒഴിവാക്കി വിടുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അതൊന്നും ഇതാക്കാതെ ശരിക്കും എൻ്റെ ഉള്ളിൽ ഇതിനോടൊരു ശരിക്കുള്ളൊരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കിയത് ഹരിസാറാണ്. അദ്ദേഹത്തിന് 3 ആനകളായിരുന്നു. ഒന്ന് മനുശ്ശേരി രഘുറാം, 10 അടിക്ക് മുകളിലുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളവും വണ്ണവും ഉള്ള കൊമ്പുള്ള മനുശ്ശേരി രാജേന്ദ്രൻ, പിന്നെ മനുശ്ശേരി കൊച്ചയ്യപ്പൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രഘുറാം മതപ്പാടിൽ ഇച്ചിരി പ്രശ്നമാണ്, കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇടപഴകാൻ പറ്റുന്നത് രാജേന്ദ്രനാണെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അങ്ങനെ പറഞ്ഞെങ്കിലും ഇവനോടൊരു നമ്മൾ കേട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഇവനിൽ തന്നെയാണ് ഞാൻ എത്തിപ്പെട്ടത്. ഇതുങ്ങൾ എന്നോട് എങ്ങനെ അറ്റാച്ച്ഡ് ആയി എന്നുള്ളത് ഇപ്പോഴും എനിക്കറിയില്ല. അതിലേറ്റവും കൂടുതൽ രഘുറാമായിരുന്നു. നമ്മൾ പറയുമല്ലോ നമ്മളുടെ ഉള്ളിൽ ആ ഒരു തീപ്പൊരി ആളി കത്തിച്ചത് ഒരു എന്താ പറയുക, എല്ലാ അർത്ഥത്തിലും ആ ഒരു സമയം ഒരു 2-3 വർഷക്കാലം രഘുറാമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അറിയാലോ ഈ മേഖലയിലുള്ള ചികിത്സയുടെ അല്ലെങ്കിൽ ഫെസിലിറ്റിയുടെ കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് അസുഖം പിടിപെട്ടു. നമ്മളെല്ലാ സാധ്യമായ എല്ലാ വഴികളും നോക്കി.
എന്താ പറയുക, വിധി എന്നൊക്കെ പറയുമല്ലോ, നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളൊരു തിരിച്ചുവരവ് അവനക്ക് ഉണ്ടാവുമെന്ന് എഴുതിയ ഒരവസ്ഥയിലാണ് 2021 ജൂൺ 9 മരണപ്പെട്ടു പോയത്. വാരണാസിയിലാണ്, ഗംഗയിലാണ് അവൻ്റെ ചിതാഭസ്മവും മറ്റുമൊക്കെ നമ്മൾ നിമജ്ജനം ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഏറ്റവും വലിയ സന്തോഷവും ഇത്രയും കാലത്ത് ആയുസ്സിനിടയ്ക്കുള്ള ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ദുഃഖവും അവനാണ്. അത് അത്രയ്ക്കൊരു എന്താ പറയുക, ഒരു ബോണ്ടിങ് ആയിരുന്നത്. ഇനിയിപ്പോൾ പുതിയ ആനകൾ വരുന്നു എന്ന് പറയുന്നു, എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇത്രയും തിരിച്ചറിവും നമ്മളോടൊരു സ്നേഹമുള്ള ഇനിയൊരു ഒരെണ്ണം ഉണ്ടാവുന്നു എന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഏറ്റവും വലിയ നഷ്ടമാണ്. ഒരുപക്ഷെ എന്താ പറയുക, ഇതിൽ കൂടുതൽ പഠിക്കണമെന്നോ ഇതുമായിട്ട് മുന്നോട്ട് പോകണമെന്നോ, ശരിക്കും എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനാണ് വരുന്നത്. ഞാനത് ഒഴിവാക്കി നിന്നത്. ആദ്യം തുടങ്ങിയതൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ ഇത്രയും ഇതിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയത് മനുഷ്യരി രഘുറാം, ഒരു സംശയവുമില്ല. ഞങ്ങളുടെ ഫാമിലിയൊക്കെ ദുബായിലും, ഫാദറിൻ്റെയൊക്കെ മദറിൻ്റെയൊക്കെ ഫാമിലി എല്ലാവരും ദുബായിലും കുവൈത്തിലായിട്ട് സെറ്റിൽ ചെയ്തതാണ്. ശരിക്കും എൻ്റെ മദറാണ് ഇവിടെ നാട്ടിലുള്ളത്, പോവാറുണ്ട് വരാറുണ്ട്. ഇപ്പം ഓൾറെഡി ഇല്ല, അവിടെയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരുന്നു, ഒരു കുറച്ച് വർഷം അവിടെ വർക്ക് ചെയ്ത്. പിന്നെ എല്ലാവരും ചോദിച്ചു, എന്താ നിനക്ക് എൻ്റെ മദറിനോട് തന്നെ ചോദിച്ചിരുന്നു, എൻ്റെ മകൾക്ക് എന്തിൻ്റെ കേടാ, ഇത്രയും നല്ലൊരു ജോലി, അന്നത്തെ കാലത്ത് അത്യാവശ്യം നല്ല സാലറി ഉണ്ടാവും, 6-7 വർഷം മുന്നേ റിസൈൻ ചെയ്തുങ്ങാണ്ട്, പെർമനൻറ്റ് റെസിഡൻസ് വിസ അടക്കം ഉണ്ടായിട്ടും അത് റിസൈൻ ചെയ്തുങ്ങാണ്ട് പോരാൻ എന്താണെന്ന് ചോദിക്കില്ല. നമ്മൾ പറയില്ല വട്ടാണോ, നമ്മൾ ഈ ആനപ്രേമൊക്കെ മൂത്തിട്ട് അങ്ങ് വട്ടായതാണോ എന്ന് നോക്കി വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു പ്രൊഫഷൻ നന്നല്ല, ഇങ്ങനത്തെ കൂട്ടുകെട്ടും കാര്യങ്ങളും, ലഹരിക്ക് അടിമകളാണ് ഇത് കൊണ്ട് നടക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു സുപ്രഭാതത്തിൽ ഇതൊന്നും കേൾക്കാതെ ആണ് റിസൈൻ ചെയ്തുങ്ങാണ്ട് നാട്ടിൽ വന്നതും വരിക്കാശ്ശേരി മനയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പറയില്ല, ഓരോ സബ്ജക്റ്റ് ഓരോ മാഷ്മാരെടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ വടക്കിലേക്കൊരു രീതിയാണ്, തെക്കിലേക്കൊരു രീതിയാണ്. തുടക്കം രഘുറാമിൻ്റെ പാപ്പാന് ഗോപി, പാറമേക്കാവ് ഗോപി എന്ന് പറയും, പാറമേക്കാവ് ദേശത്തുനിന്നതായിട്ടുള്ള പുള്ളിയായിരുന്നു രഘുറാമിൻ്റെ ചട്ടക്കാരൻ. അദ്ദേഹം, അതുപോലെ മനുശ്ശേരി രാജേന്ദ്രൻ്റെ കുട്ടൻ, ഇവരൊക്കെ 18-20 വർഷമായിട്ട് ഈ ആനകളിൽ സ്ഥിരം നിന്നുകൊണ്ടിരിക്കുന്ന. പിന്നെ അയ്യപ്പൻ്റെ പാപ്പാന്, അതും 10-18 വർഷം. ഇവരൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ പറയില്ല ഒരു ആനയിൽ മാത്രമല്ല 3ലും നമ്മൾ മിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ നിന്നത്. ഒരു പ്രൊഫഷനിൽ പോപ്പുലാരിറ്റി ഭയങ്കരമാണ്, പറയാമല്ലോ. സെലിബ്രിറ്റികളെ പോലെയാണ് പല പാപ്പാന്മാരും, ആനകളെക്കാളും കൂടുതൽ ഇത്. പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിൽ മതിമറന്ന് പോകുമ്പോൾ വരുന്ന അപകടങ്ങളാണ് പലതും നമ്മൾ ഇതാക്കുന്നത്. കാരണം ഒരു കുഞ്ഞ് കുട്ടിയുടെ, നമ്മൾ പറയില്ല ഒരു LKG UKG ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടിയുടെ നല്ല ബുദ്ധി ആനകൾക്ക്, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് സാറ് പറഞ്ഞതെന്ന് പറയാം, ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, പേടി കുടുങ്ങിയാലോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായാലോ നമ്മളോടാണ് പറയാം. അപ്പോൾ നമ്മൾ പറയുമല്ലോ, കണ്ണും കാതും മനസ്സും തുറന്നിരിക്കണം, അത് തിരിച്ചറിയാൻ പറ്റണം. പക്ഷേ നമ്മൾ പറയില്ല, കാലം കൂടുന്തോറും ഈ ഒരു മേഖല എന്താ പറയുക, വലിയൊരു സെലിബ്രിറ്റി ഒരു പരിവേഷം വരുമ്പോൾ പലവരും അതിൽ നിന്ന് അകന്നകന്ന് പോകും. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഈ അകൽച്ച വരുമ്പോഴുള്ള പ്രശ്നം നമ്മളെ ശ്രദ്ധ പോവുകയാണ്. ആ ശ്രദ്ധയുടെയും പിന്നെ എന്താ പറയുക, ഈ പ്രശസ്തിയും ചില അമ്പലങ്ങൾ, പേര് കേട്ട അമ്പലങ്ങൾ അല്ലെങ്കിൽ പൂരങ്ങൾ, ഇതിൻ്റെ പുറകെ പോകുമ്പോൾ ഇതിനോടുള്ള ഈ ഒരു മുതലിനോടുള്ളൊരു ശ്രദ്ധ കുറയുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ അപകടങ്ങളും പറ്റണം. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ആനകളുള്ള എല്ലാ സ്റ്റേറ്റുകളും പിന്നെ അവരുടെ റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ഉണ്ടാവുമല്ലോ, ഇതുങ്ങളുടെ റെസ്ക്യൂ ഷെൽട്ടറുകളും കാര്യങ്ങളൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, തെറ്റുകളുണ്ട്, 100% ശരിയെന്നൊന്നല്ല പറയണേ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെന്ന് തുറന്ന് പറയാം, മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മുടെ ഇവിടെയാണ്, കേരളത്തിലാണ്
വനം വകുപ്പ് ഏറ്റവും നല്ല റീഹാബിലിറ്റേഷൻ സെൻറ്റർ, പിന്നെ വെൽ നോളജ്ഡ് ആയിട്ട് മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള നല്ല ഡോക്ടേഴ്സ്, പിന്നെ വെതർ കൊണ്ടും നമ്മൾ പറയല്ലോ പ്രകൃതി കൊണ്ടും ഒക്കെ എല്ലാം കൊണ്ടും നമ്മളിവിടെയാണ് ഏറ്റവും നല്ലൊരിത് ആനകൾക്ക്. ഞാൻ മനസ്സിലാക്കിയതാണ്. ഒന്ന് വിശ്രമമില്ലാത്ത ഇതും, പിന്നെ മദപ്പാട് പൂർണ്ണമാവാതെ അഴിച്ചിങ്ങാണ്ട് ഈ സീസൺ ആകുമ്പോൾ ഡിസംബർ ആകുമ്പോഴേക്ക് ഇറക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ കോഴിക്കോട് തന്നെ ഉണ്ടായ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഒഫീഷ്യൽസിൽ നിന്ന് തന്നെ അറിഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്ലഡ് സാമ്പിൾ ചെക്ക് ചെയ്തപ്പോൾ ടെസ്റ്റിസറോണിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതായത് ആനപക്ക മദപ്പാടിലാണ്. ഇവരെന്തെങ്കിലും കൊടുത്തു കൊണ്ടുവന്ന് നിർത്തിയതായിരിക്കും. അതുകൊണ്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നും അറിയാത്ത മിണ്ടാപ്രാണിക്ക് നമ്മൾ കൊണ്ടുപോയി നിർത്താതെ ഈ സ്ഥലത്ത് വരില്ലല്ലോ, ഇത് തറിയുന്ന താനെ വന്ന് അമ്പലത്തിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ടുണ്ടായത് ആ മിണ്ടാപ്രാണിക്ക് ചീത്തപ്പേരും, അതിന് കുറേ ഇടിയും തൊഴിയും അതും കിട്ടി, 2-3 പേരുടെ ജീവനും പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറെ ജില്ലയിൽ കിടന്നിട്ട് ഓടിച്ചിങ്ങാണ്ട് പരിപാടി എടുക്കുന്ന അതിനാണ് ശരിക്കും ഒരു നിയന്ത്രണം ആദ്യം വരുത്തേണ്ടത്. പുരാതന കാലം തൊട്ടിട്ട് ഓരോ രാജവംശത്തിൻ്റെ ഓരോ നൂറ്റാണ്ടിലും ഹിന്ദുസിൻ്റെ ആണെങ്കിലും മുസ്ലിംസിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും ഇനി ഇന്ത്യയിൽ ഏതൊക്കെ ഈ വിഭാഗമുണ്ട് അവരുടെയൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആന. ഇവൻ ഒരു പിരമിഡിൽ ഈജിപ്തിലൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, അവിടെ പോലും കുത്തിവെച്ചതിൽ ആനകളുണ്ട്. അതൊരിക്കലും നമുക്ക് കേരളം എന്തോ ദൈവത്തിൻ്റെ നാടെന്ന് പറയണത്, നമുക്ക് നമ്മളതായ ഒരു തനതായ സംസ്കാരമുണ്ട്, നമുക്ക് നമ്മളായ ഒരു കൾച്ചറുണ്ട്. അത് ഈ പൂരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അമ്പലങ്ങളൊക്കെ ഇഴകി ചേർന്നിട്ടുള്ളതാണ്. അത് നമ്മൾ ഡെയിലി 2 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ, രാവിലെ നീച്ചാൽ നമ്മൾ ഡെയിലി റുട്ടീൻ ചെയ്യുന്നത്, അതുപോലെ നമ്മളൊരു ബ്ലഡിൽ അലിഞ്ഞ് നമ്മളെ ജീവിതത്തിൽ അലിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ആന. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും പാപ്പാമാരുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ വല്ല പൂരപ്പറമ്പെന്നോ കാര്യത്തിനൊന്നും പോയിട്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രയോറിറ്റി തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇവരെവിടെയെങ്കിലുമൊക്കെ വഴിയിലാണ് കിടന്നുറങ്ങുക, ഭക്ഷണം കിട്ടുമോ ഇല്ലേ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ പോയിടത്തൊക്കെ നമ്മളൊരു സ്ത്രീ എന്നുള്ളൊരു കൺസിഡറേഷനിൽ നമുക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഒരു മോശം അനുഭവവും വന്നിട്ടില്ല. പിന്നെ ഒരു സ്ത്രീ രാവും പകലുമൊക്കെ ഇതേപോലെ പാപ്പാമാരുടെ കൂടെ മൊത്തം മെയിൽ ഡോമിനേഷനുള്ളൊരു പ്രൊഫഷനാണ്. നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ, മോശം അനുഭവം ഉണ്ടോ, ഇവരത് കഴിക്കും ഇത് കഴിക്കും എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ എന്തോ കഴിച്ചോ കഴിച്ചില്ലേന്ന് ഇരിക്കട്ടെ, എനിക്കൊന്നും ഇതുവരെ യാതൊരു മോശം അനുഭവവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ പാപ്പാമാരുടെ ഭാഗത്തുനിന്നോ ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ ഞങ്ങളുടെ സാറിൻ്റെ ഭാഗത്തുനിന്നോ വീട്ടിൽ നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ പാഷൻ എന്താണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ശരിക്കും ഡെയിലി ഒരു 10-35 ആനക്കാർ കൂടാതെ 3 ആനയുടെ ആൾക്കാർ കൂടാതെ അതിന് ഭക്ഷണം ഉണ്ടാക്കുന്നവരും പിന്നെ വൃത്തിയാക്കുന്നവരൊക്കെ ആയിട്ട് 10-35 സ്റ്റാഫുകളുടെ കൂടെയാണ് ഈ 6-7 വർഷമായിട്ട് ഞാനുള്ളത്. എനിക്കൊരു മോശം അനുഭവം ഉണ്ടായത് ഇതുമായിട്ട് പരബന്ധമോ പുലബന്ധമോ ഇല്ലാത്ത നാട്ടുകാർ, നമ്മൾ പറയല്ലോ കുറേ ആനപ്രേമികൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, ഇവരുടെ അടുത്ത് നിന്ന് മാത്രമാണ് മോശം അനുഭവമുള്ളത്. പക്ഷേ ഇപ്പോൾ വീട്ടുകാർ ഓക്കെയാണ്. കാരണം എന്താ വെച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. പറഞ്ഞാൽ നമ്മൾ പറയില്ല നന്നാവില്ല, വിട്ടുപോകില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം നമ്മളൊരു മനുഷ്യൻ അവർ പഠിപ്പിച്ചു വളർത്തി എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. നമ്മളൊന്ന് സ്വന്തം കാലിൽ നിൽക്കാനായപ്പോൾ അവരെ ഉപേക്ഷിച്ച് പോയിട്ടൊന്നുമില്ല. ഓരോ മനുഷ്യനും നമ്മളതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ. ഒരു ഇഷ്ടത്തിൽ ഒരു പരിധി കഴിഞ്ഞ് ഒരാൾക്കാർ കൈ കടത്തുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനും കരുതി ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മളോട് മിണ്ടാൻ പറ്റുന്നവർ മിണ്ടിയാൽ മതി, ബന്ധം പുലർത്താൻ പറ്റുന്നവർ പുലർത്തിയാൽ മതി എന്നുള്ള ഒരു സ്റ്റാൻഡിൽ ഞാനും എത്തി.